റിയലിസ്റ്റിക് ആയിട്ടൊരു സീക്വൻസ് പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആക്ടറിൽ നിന്ന് ബെസ്റ്റ് പെർഫോമൻസ് കിട്ടാൻ വേണ്ട മാറ്റങ്ങൾ സീനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതൊക്കെ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ്. ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ തിരക്കഥയിലുള്ള നാടകീയതയും ക്ലീഷകളും മനസ്സിലാക്കാൻ സംവിധായകൻ അരുൺ വർമ്മയ്ക്ക് സാധിച്ചില്ല എന്ന് തോന്നുന്നു. ഈ സിനിമയിൽ ഒരു ഘട്ടത്തിൽ നിവിൻ പോളി ഭാര്യയോട് എന്തിനാണ് അയാൾ ഈ കേസ് തെളിയിക്കാൻ നടക്കുന്നത് എന്നതിന്റെ കാരണം പറയുന്നുണ്ട്. ഈ സനൽ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ആർക്ക് നോക്കുകയാണെങ്കിൽ ട്രാഫിക്കിൽ ശ്രീനിവാസൻ ചെയ്ത സുദേവൻ എന്ന കഥാപാത്രവുമായിട്ട് സാമ്യമുണ്ട്. നിവിൻ പോളി പറയുന്ന ഡയലോഗിന്റെ അതിനാടകീയമായിട്ടുള്ള സിൻടാക്സ് കാരണം ആ ഡയലോഗ് ഒട്ടും വർക്കാകുന്നില്ല. രണ്ടാം പകുതിയിലൊക്കെയുള്ള പല എലമെന്റുകളും കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു സ്ത്രീ ശാക്തീകരണ ട്രാക്കിലേക്കുള്ള പോക്കാണ് എന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. കുറെ നേരം നീണ്ടു പോകുന്ന ഒരു ചേസ് സീക്വൻസ് പടത്തിൽ വരുന്നുണ്ട്. ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്ന മൊമെന്റുകൾ വെച്ച് ത്രില്ലർ ഉണ്ടാക്കുന്നതിന് പകരം സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ വേണ്ടി ത്രില്ലിംഗ് മൊമെന്റുകളെ സ്ക്രിപ്റ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് പടം കാണുമ്പോൾ കിട്ടിയത്. നമ്മുടെ ഇവിടുത്തെ ഫിലിം മേക്കിങ്ങിലെ കാസ്റ്റിംഗ് ചോയ്സുകൾ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിനോട് അടുത്ത് ചില ട്വിസ്റ്റുകൾ കാണിക്കുമ്പോൾ വലിയ ഞെട്ടലൊന്നും തോന്നില്ല.